എൻ്റെ പേര് അന്ന കൊച്ചുമലയിൽ. ഞാൻ തൃശ്ശൂർ കുണ്ടുകാട് ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ സീറോ മെറിറ്റ് അല്ല, -0 മെറിറ്റിൽ നിന്ന എന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജീവനോടെ നിൽക്കുന്ന ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 0 മെറിറ്റാണ്. കാരണം എനിക്ക് കൃപാസനത്തിൽ ഒരിക്കലും വിശ്വാസമുണ്ടായിരുന്നില്ല. മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടെയെന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ഇവിടെ എന്തോ ഒരു ധ്യാനകേന്ദ്രം പോലെ മാതാവിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ എന്തോ ഒരു മ്യൂസിയം നടത്തുന്നു എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 2019 ഞാൻ വിയന്നയിലായിരുന്നപ്പോൾ എനിക്കൊരു ചേച്ചി കൃപാസനപത്രം തന്നതാണ്. പക്ഷേ ഞാനത് നോക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഇവിടെ വരുന്ന ആൾക്കാർ എന്തോ ഒരു മ്യൂസിയം കാണാൻ വരുന്നു എന്നുള്ള ഒരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 2024 ജൂൺ മാസത്തിലാണ് എൻ്റെ അടുത്ത ഒരു ബ്രദർ ഇങ്ങനെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളൊക്കെ ഷെയർ ചെയ്ത് തന്നു തുടങ്ങി. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മനുഷ്യരവിടെ പോകുന്നതെന്ന്. അപ്പോൾ ആൾ പറഞ്ഞത് നിത്യതയ്ക്ക് വേണ്ടിയാണ്, ഭൗതിക കാര്യത്തിന് വേണ്ടിയാണ് അവർ വരുന്നതെങ്കിലും പിന്നീട് അവർ നിത്യതയ്ക്ക് വേണ്ടി അവർ ജീവിക്കുന്നു. ഉടമ്പടി മരണം വരെ നിത്യതയിൽ ഈശോയുടെ മാതാവിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സാക്ഷ്യങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവരുടെ സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് ഒത്തിരി പ്രചോദനം നൽകി. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഒരുപാട് ധ്യാനങ്ങൾ കേൾക്കാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും തുടങ്ങി. അതിനെ ഒത്തിരി അനുതാപത്തിലേക്ക് നയിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞു. ആ ഇടയ്ക്ക് അച്ഛൻ ഷെക്കിന ടെലിവിഷന് കൊടുത്ത ഒരു 12ഓളം വീഡിയോസ് കാണാൻ എനിക്കിടയായി. അപ്പോൾ എനിക്ക് കൂടുതൽ അച്ഛൻ്റെ ത്യാഗത്തെക്കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി എന്താ പറയുക, ഡിവോഷനും അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ മാസം ഒക്ടോബർ 26 ജപമാല റാലി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കതിൽ വന്ന് പങ്കുകൊള്ളാൻ ആഗ്രഹിച്ചു. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി അത്ഭുതകരമായി എനിക്ക് വന്ന് ജപമാല റാലിയിൽ മുഴുവനും പങ്കുകൊള്ളാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ അർത്തുങ്കലിൽ നിന്ന് കൃപാസനത്തിലാണ് ഞങ്ങളുടെ വണ്ടി കിടന്നിരുന്നത്. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ ബസ്സിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേറെ ആരൊക്കെയോ നിൽക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ പെട്ടെന്ന് ഒരു നേരത്തെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ആഷ് ചുരിദാറിട്ട ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഒരു 30-35 ഇയേഴ്സ് പ്രായം തോന്നിക്കും. അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്തേക്കിന് ചിരിച്ച് എന്നോട് ചോദിച്ചോട്ടോ, ഇയാളിവിടെ ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇയാൾ ഉടമ്പടി എടുത്തതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല. എന്നാൽ ഇയാൾ ഉടമ്പടി എടുക്കണം, കാരണം മാതാവ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ ഉടമ്പടി എടുക്കാനെന്ന്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അസ്വാഭാവികത തോന്നിയില്ല. ഞാൻ ചോദിച്ചു, എവിടെ വീടെന്ന് ചോദിച്ചു. പറഞ്ഞാൽ ആലപ്പുഴയാണ്, ഞാൻ കൃപാസനത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നീട് ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഭയങ്കര ദൈവാനുഭവം എനിക്കുണ്ടായി. എൻ്റെ അമ്മയാണല്ലോ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് എന്ന ചിന്ത എന്നെ മതിച്ചു. അങ്ങനെ ഞാൻ ഒക്ടോബർ 31 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങളൊക്കെ എനിക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതായത് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗം വെച്ചത്. മാത്രമല്ല, ഈ ജപമാല റാലി ഞാൻ പങ്കെടുത്തപ്പോഴും ഞാൻ നിയോഗത്തിൽ വെച്ച ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് അത്ഭുതകരമായി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തി തന്നു. പിന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വിശ്വസിച്ച് അതിനുശേഷം ഞാൻ മാതാവിനോട് അതായത് ആഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിൽ ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അമ്മേ, എനിക്കൊരു പരിശുദ്ധാത്മാഭിഷേകം തരണേ, അമ്മയുടെ ഒരു അനുഭവം എനിക്കും തരണേ എന്ന്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അതായത് സെപ്റ്റംബർ 1st വീക്കിൽ ഞാനിങ്ങനെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ശരിക്കും ഞാൻ കണ്ടില്ലെങ്കിലും മാതാവ് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഞാൻ ഒരു 2.5 മണിക്കൂറോളം ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഒരു അസാധാരണമായ വലുപ്പത്തിലുള്ള ഒരു ചിത്രശലഭം എൻ്റെ റൂമിൻ്റെ ജനലിൽ വന്നിരുന്നു. അത് 2-3 ദിവസം അവിടെ ഇരുന്നു. അതിനുശേഷം അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയുടെ സാന്നിധ്യമാണതെങ്കിൽ ഞാൻ ഇന്ന് പള്ളിയിൽ വരുമ്പോൾ അമ്മ നീല സാരി ഉടുത്ത് നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വയനാടാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നടവായിൽ പള്ളിയിൽ സാരി ഉടുത്ത മാതാവുണ്ട്. അപ്പോൾ ഞാൻ അന്ന്
പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വണ്ടി കേടായി. പിറ്റേ ദിവസമാണ് കുർബാനയ്ക്ക് ചെന്നപ്പോൾ മാതാവ് നീല സാരി ഉടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചു, ഇന്നലെ മാതാവ് ഏത് സാരി ഉടുത്തിരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്നലെ മാതാവ് പർപ്പിൾ കളർ സാരി ആയിരുന്നു എന്ന്. അപ്പോൾ അമ്മയ്ക്ക് എന്നോട്, ഞാൻ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിനെ കൃപാസനത്തേക്ക് അവിശ്വസിച്ചെങ്കിലും എന്തുമാത്രം സ്നേഹം എൻ്റെ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ആഷ് കളറിലുള്ള ഒരു ചിത്രശലഭം എൻ്റെ റൂമിൽ വന്നിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. മെയിനായിട്ട് ഞാനിപ്പോൾ ഇന്നലെ ഞാൻ രാത്രി വണ്ടി പിടിച്ച് കൃപാസനത്തിൽ വരാൻ കാരണം, ഞാൻ ഡെയിലി ബ്രെഡ് എന്ന അച്ഛൻ്റെ പരിപാടി എല്ലാ ദിവസവും കേട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇന്നലെ 19-ാം തീയതി അച്ഛൻ പറഞ്ഞിരുന്നു, അതായത് മക്കളെ നിങ്ങൾ 10 മണിക്കൂർ എണ്ണിക്കോ, ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു അസാധ്യ കാര്യം മാതാവ് നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് 2009 മുതൽ ഞങ്ങളുടെ പറമ്പിൻ്റെ ആധാരം ബാങ്കിലാണ്. അത് അടയ്ക്കാൻ ഞങ്ങൾ സാധിക്കാത്തത് കൊണ്ട് ഇപ്പോൾ കുറേ പലിശ ഞങ്ങൾ അടച്ചു. എങ്കിലും ഞങ്ങൾക്കത് മുഴുവൻ അടയ്ക്കാൻ സാധിക്കാത്തത്, ഞങ്ങളുടെ പറമ്പ് ഒരു ശവക്കോട്ടയുടെ അടുത്താണ്, CSI പള്ളിയുടെ. ആ പള്ളിക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തരാതെ അവിടെ മതിൽ കെട്ടി, പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് വഴി തരാത്ത പോലെ അവർ വീട് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം വിറ്റ് പോവുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വീണ്ടും ജപ്തി നോട്ടീസ് വരുന്നു. 5-ാം തീയതി, ഈ ഫെബ്രുവരി 5-ാം തീയതി എൻ്റെ അമ്മേനെ അദാലത്തിന് വിളിച്ചു. അപ്പോൾ അമ്മ അദാലത്തിന് പോയപ്പോഴൊക്കെ ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് 20-ാം തീയതിക്ക് 67,000 രൂപ പലിശ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജപ്തി ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ 67,000 രൂപ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾ പലരോടും ചോദിച്ചു. എന്നാൽ തരാമെന്ന് പറഞ്ഞ പലരും പിന്നെ തരാൻ പറ്റില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് ഇന്നലത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞത്, മക്കളെ 10 മണിക്കൂറിനുള്ളിൽ ഒരത്ഭുതം മാതാവ് നടത്തുന്നു. അപ്പം ഞാനത് വിശ്വസിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞ, അമ്മേ, അതിനു മുമ്പ് ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷൻ കൊണ്ടല്ല, എന്തോ. അപ്പോൾ എനിക്ക് തോന്നി ജപമാല ചൊല്ലാൻ. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നു, നീ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൽ ഇങ്ങനെ എഴുതി, അമ്മേ, 20-ാം തീയതി ആണല്ലോ, 2 ദിവസം കഴിഞ്ഞാൽ 67,000 രൂപ കിട്ടിയിട്ടില്ലല്ലോ അമ്മയെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അതിനുശേഷമാണ് അച്ഛൻ്റെ ഈ ഇന്നലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇങ്ങനെ 10 മണിക്കൂറിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഇന്നലെ അപ്പം ഞാനിങ്ങനെ മണിക്കൂർ എണ്ണുമായിരുന്നു. അതായത് 5:30 തൊട്ട് 6:30, 7:30, 8:30 അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 3:30 സമയമാകുമ്പോഴേക്കും 10 മണിക്കൂർ ആവുമല്ലോ എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് പണ്ടെങ്ങോ എനിക്ക് അത്ര പരിചയം ഇല്ലാത്ത ഒരു ചേച്ചി, ആ ചേച്ചിയുടെ അടുത്ത് ഈ ജപ്തി നടപടി തുടങ്ങണമെങ്കിൽ ഒരു 2-3 മാസം മുൻപ് ഞാനിങ്ങനെ ചേച്ചിയോട് വെറുതെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്ക് ജപ്തി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചേച്ചി എനിക്ക് ഇന്നലെ 8 മണി നേരത്തെ എൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു, 1,11,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു. അത് മാതാവിൻ്റെ ഭയങ്കര അത്ഭുതം. അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് 11,000 രൂപ ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഒരു 40-45 പൊതി ഞങ്ങൾ തന്നെ വെച്ച് പൊതിച്ചോറായി കൊടുക്കുന്നതാണ്. അതുപോലെ അങ്ങനെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇതിലേക്ക് 11,000 രൂപ കൊടുത്തു. ഇന്ന് ഞാൻ രാവിലെ വന്ന വഴി 10 കെട്ട് കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത വില എന്ന് പറയുന്നത്, എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത്, ഒരു കെട്ട് പത്രം. പിന്നീട് ഞാൻ പിന്നത്തെ മാസങ്ങളിലെല്ലാം വന്ന് 2-3 കെട്ട് പത്രങ്ങൾ വാങ്ങി ഒരു മടിയും കൂടാതെ ബസ് സ്റ്റാൻഡുകളിലും കടകളിലും അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ ഹിന്ദുസിനാണ് കൊടുക്കുക. ഈശോനെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറയും. അങ്ങനെ
കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ 6 അക്രൈസ്തവരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തു. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ആദ്യം തുടങ്ങിയത് ധർമ്മക്കാർക്ക് എൻ്റെ പൈസ ഇല്ലാത്തത് കൊണ്ട് ധർമ്മക്കാർക്ക് ഞാൻ ഇങ്ങനെ പൊതിച്ചോറ് വാങ്ങി പാഴ്സൽ വാങ്ങി കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഇവിടെ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടതനുസരിച്ച് ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരുടെ തുണികൾ അലക്കി കൊടുക്കുക, അതുപോലെ തന്നെ നഖം വെട്ടി കൊടുക്കുക, അവരോട് സംസാരിക്കുക, അവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നോളജ് ഹോമിൽ പോയി താമസിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഓൾഡ് ഹോമിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ഞാനിങ്ങനെ പള്ളിയിൽ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അനിയൻ്റെ ഭാര്യേനെയും പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരോ പറഞ്ഞു അവർക്ക് വേണ്ടി ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു. അപ്പോൾ ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് അവർക്ക് വേണ്ടി ഇട്ടു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ശനി ഞായറാഴ്ച രാവിലെ ഒരു 8 മണി സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അനിയൻ്റെ വണ്ടിയൊന്നും മുറ്റത്തുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ നാത്തൂൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് 2-3 പേര് പിടിച്ചാൽ വട്ടെത്താത്തത്ര വലിപ്പമുള്ള വലിയൊരു മരം അവരുടെ വീടിൻ്റെ മുകളിലേക്ക് വീണ് വന്നു. പക്ഷേ ഒരു ചെറിയൊരു മരത്തിന്മേൽ തട്ടി അത് അപ്പുറത്തെ സൈഡിലേക്ക് വീണു. അത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, എന്തോ ഒരു ഭയങ്കര അത്ഭുതമാണെന്നുള്ളത് എല്ലാവർക്കും അറിയും. കാരണം വീടിൻ്റെ ചുറ്റും വലിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ കിടക്കുക, പക്ഷേ വീടിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറഞ്ഞ് കൃപാസനപത്രം വാങ്ങിപ്പോയി. പിന്നെ ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോണ സമയത്ത് അവിടെ ഈ പഴയ പത്രങ്ങളൊക്കെ വായിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കും. പിന്നെ ആരെങ്കിലും ഇങ്ങനെ കൊടുക്കാണ്ട് എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന പത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ ഒരു ചെറിയൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ ഞായറാഴ്ചയും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറ് കൊടുക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത വേല. പിന്നെ പ്രേക്ഷിത വേല ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ UKG പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവനായാലും എവിടെയെങ്കിലും പത്രങ്ങൾ കിടക്കണ കണ്ടാൽ അവനത് വേഗം എടുത്തുകൊണ്ട് വന്നിട്ട് ഹിന്ദുക്കൾക്ക് തന്നെ അവൻ തന്നെ കൊടുക്കും. പിന്നെ ഞങ്ങളറിയാതെ അവൻ വീട്ടിൽ നിന്ന് പത്രം എടുത്ത് ബാഗിൽ വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചേഴ്സിന് കൊടുക്കും. അപ്പോൾ ടീച്ചേഴ്സിനോട് നിങ്ങൾ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ആണ് ആ കുട്ടി കൊടുക്കുക. അതും അങ്ങനെ അത്രയും വലിയൊരു അനുഗ്രഹം അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്നു. അപ്പോൾ എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും യേശുക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടവരട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. തൻ്റെ അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് എങ്ങനെയാണ് കൃപ ലഭിക്കുവാനായിട്ട് തൻ്റെ കുഞ്ഞടക്കം എന്തെല്ലാം ചെയ്യുന്നു. കൃപ ടാപ്പ് ചെയ്യണമെങ്കിൽ അതിന് പ്രേക്ഷിത പ്രവർത്തനം, അതായത് ഉടമ്പടിയുടെ തലയാണ് പ്രേക്ഷിത പ്രവർത്തനം. ഉടമ്പടിയുടെ കരങ്ങൾ, കാരുണ്യ പ്രവർത്തികളും ഉടമ്പടി നിലനിൽക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലുമാണ് എന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞിനെ കൂടി ആരും പറഞ്ഞു കൊടുക്കാതെ ആ കുഞ്ഞ് UKGയിൽ പഠിക്കുന്ന മകൻ ചെയ്യുന്ന കാര്യവും അതുപോലെ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ അന്ന എന്ന ഈ മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുവാനും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിൽ കൂടി ദൈവം എങ്ങനെ ദൈവ സാന്നിധ്യം ഒരു ഉടമ്പടി എടുത്ത മകനും മകൾക്കുമൊക്കെ, അതായത് ദൈവാശ്രയബോധമുള്ള ഒരു ദൈവ പൈതലിന് അതൊക്കെ എങ്ങനെയാണ് തൻ്റെ ബോധ്യങ്ങളിൽ ദൈവം പറഞ്ഞു കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് പ്രപഞ്ചത്തിലെ ജീവികളിൽ ബട്ടർഫ്ലൈ
അങ്ങനെയൊക്കെ ഈ മകൾ കാണുകയാണ്. അമ്മയോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളിലും അത് ഏത് കളറാണെന്ന് പറയുമ്പോൾ ആ കളറിലൊക്കെ ഇതൊക്കെ എക്സാജറേഷനോ ഹാലൂസിനേഷനോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും യുക്തിയിൽ മാത്രം ജീവിക്കുന്ന മക്കൾ അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിന് ഇത് യുക്തിയല്ല, ഇത് തൻ്റെ ജീവിതത്തിൻ്റെ വിശ്വസ്തതയും വിശ്വാസവുമാണ്. അങ്ങനെ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ, അനുഭവങ്ങൾ എങ്ങനെയാണ് ഒരു ജപ്തി നടപടിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കുന്നതിന് അമ്മയുടെ തിരുനടയിൽ താനെടുത്ത ഉടമ്പടി ജീവിതവും അതിലൂടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയർ, ഇപ്പോൾ ദ്വദശക പ്രാർത്ഥനയിൽ നാം അത് പങ്കുചേരുന്നുണ്ട്. ആ പ്രാർത്ഥന വഴിയായി ഓരോ ദിവസവും എത്രയോ അനുഭവങ്ങൾ ഇന്നിവിടെ മക്കൾ നേടിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മ പറഞ്ഞിട്ടാണ്. അച്ഛൻ്റെ സ്വന്തം തോന്നലുകളല്ല. അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അച്ഛനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കണം. വ്യക്തമായ ബോധ്യങ്ങൾ അച്ഛന് കിട്ടുമ്പോൾ മാത്രമേ അച്ഛൻ ഇവിടെ ആ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുക. അതച്ഛൻ ഒന്ന് തുടങ്ങി. എന്നിട്ട് അച്ഛൻ പറഞ്ഞിരുന്നു, ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയുള്ളൂ. അത് ഏതാനും മാസങ്ങൾ മാത്രമേ നാം നടത്തിയുള്ളൂ. പിന്നീട് അച്ഛൻ അത് വ്യക്തമായ ബോധ്യങ്ങൾ അച്ഛന് പരിശുദ്ധാത്മാവിലൂടെ ഓൺലൈനിലാണ് അച്ഛൻ നമ്മളോടും സംസാരിക്കുക. അതായത് ഉടമ്പടി ധ്യാനം തന്നെ ഒരു ഓൺലൈനാണ്. അച്ഛനോട് ഈശോ പറയുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ അപ്പോഴപ്പോൾ അൾത്താരയിൽ നിന്ന് പങ്കുവയ്ക്കുന്നതാണ്. അങ്ങനെ ഇവിടെ അച്ഛൻ പറയുന്നുണ്ട്, 10 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. നാം എല്ലാവരും ഡെയിലി ബ്രെഡ് പ്രെയറിൽ പങ്കെടുക്കുന്നവരാണ്. നാം ഒക്കെ കേട്ട കാര്യമാണത്. അത് തനിക്ക് എങ്ങനെ സംഭവിച്ചു, അതിനെങ്ങനെയാണ് ഒരു വ്യക്തി നിമിത്തമായത്, അതും തനിക്ക് ഇപ്പോൾ നാളുകളായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല, എപ്പോഴോ ഒരു പ്രാവശ്യം കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ജപ്തി നടപടിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് തൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ എത്ര, അത് താൻ എന്ത് ചെയ്തു, എങ്ങനെയാണ് അതിൽ നിന്നും താനൊരു വിഹിതം കൃപ ടാപ്പ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. ഇത് കിട്ടിയല്ലോ, എന്നാൽ ഇതെനിക്ക് ഇതിന് എത്രയോ ആവശ്യമുണ്ട്, ഞാനൊരു വലിയ ജപ്തിയുടെ വക്കിലല്ലേ, ഇതെനിക്കങ്ങ് എടുത്തേക്കാം, അങ്ങനെയും ചിന്തിക്കാം. എന്നാൽ അരൂപിയുടെ നിറവുള്ളപ്പോൾ ഓരോ മക്കളെയും അരൂപി എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത്, അതിൽ താൻ എത്രമാത്രം കൃപാസന പത്രത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു, എത്രമാത്രം മറ്റുള്ളവരെ കരുതുന്നതിന് അതെത്രമാത്രമാണ് താൻ വിനിയോഗിച്ചത്. ഇതൊക്കെയാണ് അന്നെ ഇവിടെ പങ്കുവയ്ക്കുക. അങ്ങനെ കൃപയുടെ നിറവിൽ നമ്മെ കൊണ്ടു നടക്കുന്ന ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഓരോ അനുഭവ സാക്ഷ്യത്തിലൂടെയും നമ്മെ ഈശോയും അമ്മയും വ്യക്തമാക്കി തരികയാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നതല്ല ഇത് പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, അതായത് എൻ്റെ മകനെ മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിൽ, അമ്മ നമ്മോട് പറയുന്നത് ഈശോ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇന്ന് പിന്നീട് തൻ്റെ സഹോദരനും കുടുംബത്തിനും ലഭിക്കുന്ന ഒരു സംരക്ഷണം, അതൊക്കെ താൻ എങ്ങനെയാണ് അറിയുന്നത്, തൻ്റെ മനസ്സിൽ തനിക്ക് ആ ഒരു ചിന്ത വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ പറയുക, ഇതൊന്നും തോന്നലുകളല്ല. ഈ തോന്നലുകൾക്ക് മാത്രമായിട്ട് യുക്തിയിലുള്ളവർക്ക് മാത്രമേ അതങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ദൈവ പൈതലിന് അത് തോന്നലുകളല്ല, അത് തൻ്റെ അനുഭവത്തിൽ ദൈവം തന്നോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് ഇവിടെ തോന്നുന്നതും ഈ മകൾ അതാണ് പങ്കുവെക്കുന്നതും. അങ്ങനെ തൻ്റെ ജീവിതം ആദ്യമേ തനിക്ക് ഉടമ്പടി എന്തായിരുന്നു, ഇത് ഒരു ബിസിനസ് മാത്രമായിട്ട് കണ്ടിരുന്ന ഒരു മകള്, എന്നാൽ എങ്ങനെ തൻ്റെ ജീവിതത്തെ ഇന്ന് ഉടമ്പടി മാറ്റിമറിച്ചു. ഇന്ന് ഈ മകളാണ് ഇവിടെ ഇത് പറയുന്നതെങ്കിൽ എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നമുക്കുണ്ട്.
ആദ്യം വിശ്വാസമില്ലായിരുന്നവർ, കൃപാസനത്തെ തള്ളിപ്പറഞ്ഞവർ ഇന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഏറ്റുപറയുകയാണ്, ഞങ്ങൾ കൃപാസനത്തിലൂടെയാണ് ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന്. നമുക്ക് കരങ്ങളടിക്കാം, ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എൻ്റെ പേര് മിഥു. ഞാൻ വരുന്നത് വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാനിവിടെ ഇപ്പോൾ സാക്ഷ്യം പറയാൻ എന്നെ യോഗ്യയാക്കിയ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്, ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പം അവിടെ ഒരു പത്രം ഇരിക്കുന്നത് കണ്ടു. ആ ടൈമിൽ എൻ്റെ പപ്പ കുറച്ച് മദ്യപിക്കുമായിരുന്നു. അപ്പം വീട്ടിൽ കുറച്ച് സമാധാനക്കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പത്രം വെറുതെ എടുത്ത് വായിച്ചപ്പം ആദ്യത്തെ സാക്ഷ്യം തന്നെ ഒരു ചേട്ടൻ മദ്യപാനം നിർത്തിയതിനെ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ആ അതിനകത്തുണ്ടായിരുന്ന സാക്ഷ്യം മുഴുവനായിട്ട് വായിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, ദൈവം ഇത് ആലപ്പുഴയാണല്ലോ, എന്നെക്കൊണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ പോയിട്ട് അത് ഞാൻ ഒന്നും കൂടെ നോക്കിയപ്പോൾ അതിൽ ലൈറ്റൊക്കെ പ്രെയർ കണ്ടു. അപ്പം ഞാൻ അമ്മയുടെ ഫോണിൽ നിന്ന് അതിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അപ്പം എനിക്കൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് പപ്പ മദ്യപാനം നിർത്തണമെന്ന്. അപ്പം പിറ്റേ ദിവസം തന്നെ പപ്പയ്ക്ക് അറിയുന്ന ഒരു ചേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ പത്രം കൊടുത്തിട്ട് പറഞ്ഞു പപ്പയ്ക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അന്നാണ് എനിക്ക് അമ്മ മാതാവിൽ വിശ്വാസം ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ തലേന്ന് രാത്രിയാണ് ആ പ്രെയർ റിക്വസ്റ്റ് ഇട്ടത്. പിറ്റേന്ന് രാവിലെ തന്നെ പപ്പ ഇത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, അത്രയധികം സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പപ്പയുടെ മദ്യപാനം മാറി. പപ്പ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ പപ്പ മദ്യപിച്ചിട്ടില്ല. മുടങ്ങാതെ ഇവിടെ വന്ന് പുതുക്കുകയും എല്ലാ കാര്യങ്ങളും പപ്പ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ BSc നഴ്സിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ 5 വിഷയത്തിനും തോറ്റു. അത് 1-2 മാർക്കിനായിരുന്നു തോറ്റത്. എനിക്ക് എങ്ങനെയാണ് എക്സാം അപ്പിയർ ചെയ്യേണ്ടതെന്നോ എന്താ എഴുതണ്ടേന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പം നമുക്കറിയാം ഒരു എത്ര ലക്ഷം കൊടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അതെൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ വലിയ വേദനയായിരുന്നു. അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഉടമ്പടി എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ പപ്പയുടെ കൂടെ വന്ന് 2022 മാർച്ച് 7 ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ പാലിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ സപ്ലീൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പിന്നെയും 2 വിഷയം ഞാൻ ഫെയിലായി. അത് അനാട്ടമി സൈക്കോളജി ആയിരുന്നു. അനാട്ടമി എനിക്ക് എത്ര പഠിച്ചിട്ടും ഒന്നും ചെയ്യാനാവുന്നില്ലായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് വരെ 10 മണി വരെ ഞാൻ കരയുമായിരുന്നു, എനിക്കൊന്നും പഠിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ ഫെയിലായാൽ എൻ്റെ അമ്മയ്ക്ക് എത്ര സങ്കടം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ഈശോയുടെ എൻ്റെ അടുത്തൊരു കരുണയുടെ ഈശോയുടെ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മയൊന്ന് ചിരിച്ചാൽ മതി എന്നായിരുന്നു. അപ്പം എൻ്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ 2 വിഷയവും ക്ലിയർ ആക്കി. സെക്കൻഡ് ഇയർ സെക്കൻഡ് ക്ലാസ്സോടെയാണ് ഞാൻ പാസ്സായത്. എനിക്ക് എക്സാമിന് ഒന്നും അറിയത്തില്ലായിരുന്നു. ഫാർമക്കോളജി ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എനിക്കറിയുന്ന ഡ്രഗിൻ്റെയൊക്കെ പേരാണ് ഞാൻ എഴുതിയിരുന്നത്. പിന്നെ ഞാൻ കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി 3rd ഇയർ ആയപ്പോഴത്തേക്കും. എന്നിട്ട് 3rd ഇയറിലെ എക്സാമിന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇനി ഞാൻ പാസ്സാകുമെന്ന്. കാരണം ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു. പിന്നെ തൈലം എഴുത്ത് നെറ്റി പുരട്ടി, അതുപോലെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ 3rd ഇയറിൻ്റെ എക്സാം എഴുതിയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാതെ അത് തല കിരിച്ച് പിടിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചത്. എനിക്കറിയുന്ന പോലെ ഞാൻ എഴുതി വെച്ചു. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്ന് എന്നെ 3rd ഇയറിൽ അനുഗ്രഹിച്ചു. പിന്നെ 4th ഇയർ ആയപ്പോഴും ഞങ്ങൾക്ക് എക്സാമിന് അധികം സമയമൊന്നുമില്ലായിരുന്നു. 1.5 ദിവസം ഇടവിട്ടിട്ട് മാത്രമേ എക്സാമിന് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി 4th ഇയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഉറക്കം ശരിയാവാതെ ഞങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും എൻ്റെ യൂട്യൂബിനകത്ത് ഫുള്ള് എക്സാമിന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരുടെ മാത്രമായിരുന്നു കാണുമായിരുന്നു സാക്ഷ്യങ്ങൾ. അപ്പം ഞാനിങ്ങനെ ഓരോ സാക്ഷ്യം നോക്കുമ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷി ഈശോയുടെ നാമത്തിൽ തന്നെ ഉയർത്തണമെന്ന്. അന്ന് തൊട്ട് ആ സാക്ഷ്യം ഞാൻ കേട്ടത് മുതൽ ഞാൻ 9 വട്ടം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയെ ഈശോയുടെ നാമത്തിൽ തന്നെ ഉയർത്തണമെന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് ധൈര്യം കൊടുക്കുമായിരുന്നു. കാരണം കുറേ കൂട്ടുകാർ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറേ പേര് പറയുന്നു, ഇവള് മാത്രമാണോ ഇങ്ങനെ
പ്രാർത്ഥിക്കുന്നുള്ളൂ, വേറെ ആരും ഇവിടെ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലല്ലോ, അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയെന്ന്. പിന്നെ ഒരു കുട്ടീനോട് വന്ന് പറഞ്ഞിരുന്നു, ഞാൻ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നീ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് നിനക്കെന്താ പാസ്സാവാൻ പറ്റാത്തതെന്ന്. അപ്പം ഞാൻ മാതാവിനോട് കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ആരെങ്കിലും കാണിക്കാനല്ലല്ലോ മാതാവെ നിന്നെ വിളിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമാവുക. ഇനി നിങ്ങൾ തന്നെ ഇവരെ കാണിക്കാൻ വേണ്ടി മാതാവ് ഈശോ എനിക്ക് വിജയം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് എന്നെ 3rd ഇയർ വരെ ഉയർത്തി തന്നെ. 4th ഇയർ ആയപ്പോൾ ഞാൻ ജസ്റ്റ് പാസ് എന്ന രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം. പിന്നെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുമ്പോൾ ഞാൻ ഈശോനെയും മാതാവിനെയും വെച്ചിട്ട് എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണമെന്ന് പറയുന്നു. ഞങ്ങളൊക്കെ 3 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അതുവരെ ഈശോനെയും മാതാവിനെയും നോക്കിയിരുന്ന് ഇങ്ങനെ വായിച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആദ്യത്തെ എക്സാം തന്നെ ഞാൻ പഠിക്കാത്തതായിട്ട് അതിലൊരു ക്വസ്റ്റ്യനും ഇല്ലായിരുന്നു. അതുപോലെ എല്ലാ എക്സാമിനും ഞാൻ പഠിച്ച അതേ ക്വസ്റ്റ്യൻസാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ നേഴ്സിംഗ് എഴുതിയിട്ട് ഞാൻ പഠിച്ച ഒരു 10 മാർക്കിൻ്റെ ഉത്തരം എനിക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ ഞാൻ 4th ഇയറിൽ നല്ലോണം എക്സാം എഴുതി. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ജയിക്കാൻ പറ്റും. അപ്പം അമ്മയും പറഞ്ഞു, എനിക്കറിയാം നീ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ എനിക്കിങ്ങനെ ഉള്ളിൽ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയില്ല നീ ഫെയിലാവുമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പറയും, ഞാൻ എന്നെ ഫെയിലാവാനൊന്നും ചെയ്തില്ലല്ലോ മാതാവേ, ഇങ്ങനെ എന്തിനാ ആരാ എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നത്. പിന്നെയും വരും. അപ്പം ഞാൻ മാതാവിനോട് ഈശോയോടും പറയും, എൻ്റെ അമ്മ എൻ്റെ റിസൾട്ട് വരുമ്പോൾ സന്തോഷിക്കണം. പിന്നെ ഈ ഫെബ്രുവരി 7-നും 20-നും എൻ്റെ ബർത്ത്ഡേ ആണ്. പപ്പയുടെ ബർത്ത്ഡേ 7-ാം തീയതി. അപ്പം ഞാൻ പറയുന്നു, ഫെബ്രുവരിയിൽ എൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരിക്കലും ഞാൻ കരയാനിടവരില്ലേ. എല്ലാവർക്കും മാതാവ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് എനിക്കും ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ പാസ്സായാൽ മതി എന്ന് പറയും. അങ്ങനെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ റിസൾട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആൻമേരിയാണ് എനിക്ക് റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ അവളെന്നോട് പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവണ്ട, നീ പാസ്സാവുന്നത്. പക്ഷെ എൻ്റെ റിസൾട്ട് എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ കരഞ്ഞു. ഞാൻ 7 മണിക്ക് പ്രാർത്ഥിക്കാനിരുന്നിട്ട് 10:45 എൻ്റെ മെഴുകുതിരി അടഞ്ഞില്ലായിരുന്നു. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ കൈവിടല്ലേ, എൻ്റെ അമ്മ എൻ്റെ തൊട്ടടുത്തിരിക്കും, എൻ്റെ അമ്മ കരയാൻ ഇടവരത്തില്ലേ മാതാവേ റിസൾട്ട് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ജസ്റ്റ് പാസിന് വരെ എൻ്റെ മാതാവ് ഡിസ്റ്റിങ്ഷൻ തന്ന് എന്നെ അനുഗ്രഹിച്ചേ. അതെനിക്ക് ഏറ്റവും വലിയ എൻ്റെ അമ്മ കണ്ടത് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് ഞാൻ കരുതിയത്. അതുപോലെ എൻ്റെ മാതാവ് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റിൽ നിന്ന് ഡിസ്ചാർജ് വരുന്നതായിട്ട് തോന്നി. അപ്പം അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു. ഞാൻ ഹോസ്റ്റലിലാണ്, അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ വന്നവരെ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ ബ്രസ്റ്റിൽ തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവേ അമ്മേൻ്റെ കൂടെ ഉണ്ടാവണേ, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരുത്തല്ലേ, എനിക്ക് അമ്മയേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മ 2ാമത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല അമ്മയ്ക്ക് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വന്നതാ, അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല, പേടിക്കേണ്ടതില്ല എന്ന്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് സപ്ലിമെൻ്ററി എക്സാം ഉണ്ടായിരുന്നു, ഞാൻ അവർക്ക് കൊടുക്കാം. എൻ്റെ പേര് അനിത. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവളുടെ കൂടെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. എനിക്ക് ഫൈനൽ ഇയർ എക്സാം ഭയങ്കര പേടിയും കാര്യങ്ങളായിരുന്നു. എക്സാം എഴുതുന്ന സമയത്തായാലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ എക്സാം ഞങ്ങൾക്ക് OBG ആയിരുന്നു. അപ്പോൾ വളരെ പേടിച്ചാണ് എക്സാം എഴുതാൻ പോയത്. എഴുതുന്ന സമയത്ത് എക്സാം ഹാളിൽ കയറി ഒരുമാതിരി ക്വസ്റ്റ്യൻസൊക്കെ അറിയാമായിരുന്നു, എല്ലാം അറ്റൻഡ് ചെയ്തു. 3 മണിക്കൂറാണ് എക്സാം. അവസാനത്തെ അരമണിക്കൂറിന് മുമ്പ് ഇൻവിജിലേറ്റർ വന്നിട്ട് പറഞ്ഞു, ഇനി അരമണിക്കൂർ ടൈമും കൂടെ ഉള്ളൂ എന്ന്. 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ടെൻഷനും കാര്യങ്ങളായിട്ട് എൻ്റെ കൈ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ മിതു എനിക്ക് തന്ന കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ അത് മുറുകെ പിടിച്ച് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഴുതി. ഒരു ഫിഗർ വരച്ച് ലേബൽ ചെയ്ത് ഞാനത് അവിടെ നിർത്തി. 2 പേജ് വെറുതെ അവിടെ ബ്ലാങ്കായിട്ട് കിടക്കുമായിരുന്നു. ബാക്കി 2 മാർക്കെല്ലാം ഒരുവിധം അറ്റൻഡ് ചെയ്ത് ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇൻവിജിലേറ്റർ വിളിച്ച് പറഞ്ഞു. ഞാൻ വേഗം എല്ലാം എഴുതി മാതാവിനോട് പ്രാർത്ഥിച്ച് കാശ് രൂപം മുറുകെ പിടിച്ച്, എൻ്റെ മാതാവ് എനിക്ക് എന്നെ ജസ്റ്റ് പാസ്സാക്കിയാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പേപ്പർ മാതാവിൻ്റെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവിടെ ഇട്ടിട്ട്, ഇനി എക്സാം എഴുതാൻ ഇങ്ങോട്ട് വരല്ലേ മാതാവേ എന്ന് പറഞ്ഞ് അതവിടെ ഇട്ടിട്ട് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് പോയി. റിസൾട്ട് വന്നപ്പോൾ 3 സബ്ജക്റ്റാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് OBGക്കായിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി ഞാൻ 2nd ക്ലാസ്സോട് കൂടി പാസ്സായി. മാതാവിന് ഒത്തിരി നന്ദി. എൻ്റെ പേര് അഖില.
ഞാൻ മിഥു പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. 3rd ഇയർ എനിക്ക് മാത്രമായിരുന്നു സപ്ലൈ ഉണ്ടായിരുന്നു. ഇവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർ പാസ്സായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം മിഥു എനിക്ക് എക്സാമിൻ്റെ ടൈമിൽ അവളുടെ കാശുരൂപം എനിക്ക് തന്നുവിടുമായിരുന്നു. എക്സാമിന് പോകുമ്പോൾ ഇത് പിടിച്ച് നീ എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നുവിടുമായിരുന്നു. അപ്പോൾ അത് പിടിച്ചുകൊണ്ട് ഞാൻ എക്സാമിന് എഴുതുന്നത്. അപ്പോൾ കൈ ഇടയ്ക്ക് വേർക്കുമ്പോൾ ഞാൻ ആ കൊന്ത ടേബിളിൻ്റെ മേളിൽ വെക്കും. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. പിന്നെ അത് എടുത്ത് മുറുക്കി പിടിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തോ ശക്തി കിട്ടിയതുപോലെ മാതാവ് കൂടെ ഉള്ളതുപോലെ തോന്നി. ഞാൻ അങ്ങനെ മുറുക്കി പിടിച്ച് എഴുതി. എനിക്ക് നന്നായിട്ട് പെട്ടെന്ന് എഴുതാനൊക്കെ പറ്റി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ മാതാവിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ പാസ്സാവോ ഫെയിലാവോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ലോട്ടൊക്കെ ഇട്ടിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് പാസ്ന്ന് വന്നു. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വന്നത്. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഞാനിത് രണ്ടും കൂടി വെച്ചു. എക്സാമിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു ലോട്ട് തന്നെ എൻ്റെ ബെഡിലേക്ക് വീണു. അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ പാസ്ന്നാണ് വന്നത്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കേൾക്കും 5:30. പിന്നെ 4th ഇയറിൻ്റെ എക്സാമിൻ്റെ ടൈമിങ്ങിൽ എനിക്ക് എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ ഉപ്പൊക്കെ തന്നു വിടുമായിരുന്നു. പിന്നെ എണ്ണ പരട്ടും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ 4th ഇയറിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി പാസ്സാവാനും പറ്റി. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ പാസ്സായി. ഇനി നല്ലൊരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാധവന് നന്ദി പറയുന്നു. പിന്നെയുള്ളത് പപ്പയുടെ ലൈസൻസ് പപ്പ വണ്ടിയുടെ CC ഒക്കെ അടച്ച് വരുന്ന സമയത്ത് ചാടിപ്പോയായിരുന്നു. അപ്പോൾ പപ്പ വീട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട് പപ്പയ്ക്ക് എവിടെയാണ് അത് പോയെന്ന് ഒട്ടും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ പപ്പയ്ക്ക് ടെൻഷൻ വരുന്നതാണ്. പപ്പ ഇങ്ങനെ മുട്ടയെ കുത്തി എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പപ്പ പ്രാർത്ഥിക്കുന്ന കാണുന്ന സങ്കടത്തോടെ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ പപ്പയുടെ ലൈസൻസ് ഒന്ന് കൊടുക്കണേ, ഞാൻ അവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവെന്ന്. പിറ്റേ ദിവസം പപ്പേനെ ഒരു ചേട്ടൻ വിളിച്ചു, ഇങ്ങനെ കടയിൽ ലൈസൻസ് വീണിട്ടുണ്ട്. എന്നിട്ട് പപ്പ അവിടെ ചെന്ന് ലൈസൻസ് മേടിച്ചു. അതേപോലെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഫെയിലിൻ്റെ വേദന എന്താണെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ 56 പേര് എഴുതിയതിൽ 2 പേർക്ക് ഓരോ വിഷയം പോയെങ്കിലും ബാക്കി എല്ലാവരും നല്ല മാർക്കോടെ പാസ്സായി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് തരുന്ന പൈസയ്ക്ക് ഉടമ്പടി പ്രകാരം ഞാൻ എപ്പോൾ ഔട്ടിങ്ങിന് പുറത്തു പോയാലും എനിക്ക് പറ്റുന്നവർക്ക് ഞാൻ ഫുഡും വെള്ളവും മേടിച്ചു കൊടുക്കും. ആരെങ്കിലും കൈ നീട്ടിക്കഴിഞ്ഞാൽ അവരെ മടക്കി വിടാറില്ല. പൈസ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ആർക്കെങ്കിലും ഇങ്ങനെ തലമുടിയൊന്നും കെട്ടാൻ വയ്യാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. സർജറികളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും അവരെ മുടി കെട്ടാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടും. ഞാൻ എല്ലാവർക്കും പറയും ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. കാരണം ഞാൻ തലേന്ന് രാത്രി എന്ത് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നോ അതായിരിക്കും രാവിലെ അച്ഛൻ എന്നോട് പറയുക. അതേപോലെ ഞാൻ റിസൾട്ട് വരുന്നതിൻ്റെ 6-ാം തീയതിയാണ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നത്. അപ്പോൾ 4-ാം തീയതിത്തെ ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരിക്കാൻ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്താ ഞാൻ പ്രാർത്ഥിക്കുന്ന മാത്രം വിളിച്ച് പറയാത്തത്. അപ്പോൾ ധ്യാനത്തിൻ്റെ അവസാനം ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്താ എൻ്റെ പ്രാർത്ഥന എന്താ അച്ഛൻ പറയാത്തതെന്ന് പറയാത്തവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എന്നെ തന്നെയായിരിക്കും പറയുന്നത്. ഞാൻ എന്തായാലും വന്ന് അവിടെ സാക്ഷ്യം പറയുന്നത്. അങ്ങനെ 6-ാം തീയതിയാണ് എനിക്ക് റിസൾട്ട് വന്നത്. റിസൾട്ടിന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പാസ്സായി. ഇഷ്ടപ്രവൃത്തികൾ പിന്നെ എനിക്ക് എപ്പോഴൊന്നും ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഹോസ്റ്റലിലായതുകൊണ്ട്. അപ്പോൾ പറ്റുന്ന ഞായറാഴ്ചകൾ കുർബാന സ്വീകരിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യും. പിന്നെ കുമ്പസരിക്കും. ഞാനൊരു യാക്കോബായ സഭാംഗമാണ്. പിന്നെ എനിക്ക് പണ്ട് പ്രാർത്ഥിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് എപ്പോഴും അമ്മയുടെ അടിയൊക്കെ കിട്ടുമായിരുന്നു പ്രാർത്ഥിക്കുന്ന ഞാൻ ഇരുന്ന് ഉറങ്ങിയിട്ടൊക്കെ. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ബൈബിള് വായിക്കും. ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും മുടങ്ങാതിരുന്ന് കാണും, ധ്യാനം കൂടും. പണ്ടൊക്കെ ഞാൻ യൂട്യൂബിൽ വേറെ വല്ല ഷോർട്സ് ആയിരിക്കും കാണുക. ഇപ്പം ഞാൻ ഫുൾ ടൈമും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുക. പിന്നെ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. ഞാൻ നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. എൻ്റെ കത്തോലിക്കരായിട്ടുള്ള ഫ്രണ്ട്സ് എനിക്ക് ജപമാലയെല്ലാം തരും. അപ്പം ഞാൻ അവരോട് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ചോദിച്ച് ഞാൻ ജപമാല ഒരു ദിവസം പോലും മുടക്കില്ല. എനിക്ക് ഇത്ര ക്ഷീണമാണെങ്കിലും വയ്യാലും ജപമാല മുടക്കാതെ ഞാൻ നോക്കും. എല്ലാ ദിവസവും കൃത്യമായി ജപമാലയും പ്രാർത്ഥനയും ചൊല്ലിയിട്ടേ ഞാൻ കിടക്കുള്ളൂ. ഇത്രയൊക്കെ തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് സുഗന്ധാഭിഷേകം എപ്പോഴും കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ മാതാവിനെ വിളിച്ച് എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു അന്ന് എനിക്ക് റോസാപ്പൂക്കളുടെ ഷേപ്പിൽ അതുപോലെ തിരുഹൃദയം പോലെയൊക്കെ എനിക്ക് രൂപങ്ങൾ കിട്ടും. അതുപോലെ വെച്ചാൽ ഞാൻ അത്ര സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മെഴുകുതിരി വന്ന മാതാവാണിത്. എനിക്ക്
എൻ്റെ മെഴുകുതിരി ഞാൻ ഇതുവരെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ മെഴുകുതിരി എപ്പോഴും ചാര നിറത്തിലേക്ക് മാറുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, ഇതെന്താ നിനക്ക് മാത്രം ഇങ്ങനെയെന്ന്. അതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം മാത്രമാണോ മാതാവേ കിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ദിവസം റോസാപ്പൂവിൻ്റെ ഒരു കൊട്ട എങ്ങനെ നമ്മുടെ മേത്ത് മറിയും അതുപോലെ എനിക്ക് റോസാപ്പൂവിൻ്റെ മണം കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്നും മാതാവിന് റോസാപ്പൂ വെക്കും. പിന്നെ ഒന്ന് ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാനൊരു കാശ് രൂപത്തിന് കുറേ ആഗ്രഹിച്ച് നടന്നൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് എവിടെ നിന്ന് കാശ് രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികൾക്കും എനിക്ക് കാശ് രൂപം വെച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആര് വന്ന് എൻ്റെ അടുത്ത് ഒരു മാതാവിനെ തരുമെന്ന് ചോദിച്ചാലും എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കാനുള്ള കൃപ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം അരുളി ചെയ്യുന്നു, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ഇന്ന് മിഥു പോൾ എന്ന മകളും തൻ്റെ ഫ്രണ്ട്സും അവരുടെ BSc നേഴ്സിംഗ് കഴിഞ്ഞ് തങ്ങൾ പാസ്സായതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് പരിശുദ്ധ അമ്മയുമായിട്ട്. അമ്മയാണ് തങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ചത്. സപ്ലിയൊക്കെ എത്രയുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഫൈനൽ ഇയറിൽ റിസൾട്ട് വന്നപ്പോൾ 6-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. അപ്പോൾ സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വിഷമിച്ചൊക്കെ പാസ്സായിക്കൊണ്ടിരുന്ന മകൾക്ക് അമ്മ ആദ്യമായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ താൻ പഠിച്ച് ഒന്ന് എഴുതിയത്, അതായത് മനസ്സമാധാനത്തോടെ ഒരു പരീക്ഷ എഴുതിയതെന്നാണ് ഈ കുഞ്ഞ് പറഞ്ഞത്. ഡിസ്റ്റിങ്ഷനാണ് അമ്മ കൊടുത്തത്. താൻ പാസ്സായാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മ എത്രമാത്രം കരുതുന്നു എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. പിന്നീട് ഓരോന്നും ഇവിടെ പറയുമ്പോൾ തൻ്റെ പ്രാർത്ഥനയിലൂടെ എങ്ങനെ മറ്റുള്ള കുഞ്ഞുങ്ങളും കൂടി ഈശോയെ അറിയുന്ന മക്കളായി മാറി. തൻ്റെ പ്രാർത്ഥനയ്ക്ക് തന്നെ മറ്റുള്ളവർ കളിയാക്കുമ്പോഴും അതൊക്കെ അമ്മയോട് സങ്കടം പറയുമായിരുന്നു. അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവരെയും കൂടി ഉൾപ്പെടുത്തി തനിക്ക് പ്രാർത്ഥിക്കുവാനും തങ്ങളുടെ കോളേജിൽ റിസൾട്ട് എങ്ങനെയാണ് പിന്നീട് ലാസ്റ്റ് ഇപ്പോൾ വന്നത്. ഇന്ന് തൻ്റെ കൂട്ടുകാരിൽ കൂടി ലഭിച്ച കൃപകൾക്ക് അവരെയും കൂടി കൊണ്ടുവന്നാണ്. ഈ മകൾ മൂലമാണ് അവർക്കും നേർച്ച വസ്തുക്കളൊക്കെ ലഭിക്കുകയും ഈ മകളോടൊപ്പം തങ്ങളും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർക്ക് കിട്ടിയ കൃപകളും ആ മക്കളും ഇവിടെ പങ്കുവയ്ക്കുന്നു. പിന്നീട് തൻ്റെ പപ്പയ്ക്ക് എങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതെന്നും കൃപാസന പത്രം അത് നാം എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോഴും നാം ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴും അതിലൂടെയൊക്കെ ലഭിക്കുന്ന വലിയ ദൈവ അനുഭവങ്ങൾ അത് ഈ മകൾ ഇവിടെ പങ്കുവെച്ചു. ഇന്ന് തൻ്റെ പപ്പ എങ്ങനെയാണ് നല്ലൊരു വ്യക്തിയായിട്ട് നല്ല ഈശോയോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുന്ന മകനായിട്ട് മാറുന്നത്. തൻ്റെ അമ്മയുടെ രോഗ സൗഖ്യ അനുഭവങ്ങൾ അങ്ങനെ തങ്ങൾ കാണാതെ പോയ വസ്തുക്കളൊക്കെ തങ്ങൾക്ക് കണ്ടു കിട്ടുന്നത് എല്ലാറ്റിനും ഉടമ്പടിയിൽ പരിഹാരമുണ്ട്. ഉടമ്പടി പരിഹരിക്കാത്ത ഒരു മേഖലയുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. താൻ ഇന്ന് ജപമാല മുടക്കുന്നില്ല. കത്തോലിക്കരായ തൻ്റെ കൂട്ടുകാരോട് ചോദിച്ച് ജപമാല പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് റിസ്ക് എടുക്കുന്ന ഏത് മേഖല വരെയും പോകുന്ന മക്കളെ എങ്ങനെയാണ് ഈശോ തള്ളിക്കളയുക? അമ്മ എങ്ങനെയാണ് ഇവരുടെ കരം പിടിച്ച് ഈശോയോട് ഓരോന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക? അമ്മ പറയും, മോനെ ഇവരുടെ കാര്യം നീ നോക്കണമെന്ന്. ഈശോ പിന്നീട് അതൊന്നും തള്ളിക്കളയില്ല. നമുക്ക് ഈ മക്കളെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.